friends, welcome back. ഇന്ന് ഞാൻ ഒരു അടിപൊളി ചിക്കൻ 65ന്റെ റെസിപ്പി ആണ് ഷെയർ ചെയ്തിട്ടുള്ളത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത്. ഏതൊരു റെസിപ്പിയുടെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ 65 ആണിത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ബെൽ ഐക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ചിക്കൻ 65 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കിലോ ബോണോട് കൂടിയിട്ടുള്ള ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയിട്ട് ഡ്രൈൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3/4 കിലോ ചിക്കൻ്റെ മെഷർമെൻറ്റിലാണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. ഒരു മുട്ട നന്നായി പൊട്ടിച്ചിട്ട് ഒന്ന് വിസ്ക് ചെയ്തിട്ട് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഒട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കനിലും മുട്ടയിലൊക്കെ വെള്ളം ഉള്ളതുകൊണ്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്കൊരു പേസ്റ്റ് തയ്യാറാക്കി എടുക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായി ചൂടായി വന്നാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണോ ഉള്ളത് അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി എണ്ണ നന്നായി ചൂടായി വരട്ടെ. നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ചിക്കൻ 65 നല്ല ടേസ്റ്റി അല്ലേ, പക്ഷെ പലർക്കും അതുപോലെ വീട്ടിൽ ചെയ്തെടുക്കാൻ കഴിയാറില്ല. ഇതേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഫോളോ ചെയ്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ 65 നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നന്നായി ചൂടായി വന്നതിന് ശേഷം ഞാൻ അതിലേക്കൊരു 15 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയൊരു ബോൾ വെളുത്തുള്ളി മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിലേക്ക് 5 ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളകാണ് ഇട്ടിട്ടുള്ളത്. വെളുത്തുള്ളിയുടെയും ഉണക്കമുളകിൻ്റെയും ഒരു പച്ചച്ചുവ മാറി കിട്ടുന്നത് വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, പെട്ടെന്നായി കിട്ടും. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായിട്ട് തണിഞ്ഞു കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ചെറിയൊരു ചൂടിൽ തന്നെ നമുക്കിത് അടിച്ചെടുക്കാം. ഞാനത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡായി കിട്ടിയിട്ടില്ല എങ്കിൽ ഇത്തിരി ഒരു ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ 65ന് വേണ്ട മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓരോരോ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പുറത്തുനിന്ന് കഴിക്കുന്ന ചിക്കൻ 65ലൊക്കെ കളേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്, ഫുഡ് കളർ. അതൊന്നും നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല. ഞാനിതിൽ കളേഴ്സൊന്നും ആഡ് ചെയ്യാതെ തന്നെ നല്ല കളറിൽ കിട്ടുന്നുണ്ട്. ചിക്കൻ 2 സൈഡിലും നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കി ചിക്കനും കൂടി ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കോൺഫ്ലോർ ആഡ് ചെയ്യുന്നത് നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. ഇതുപോലെ മസാലയൊന്നും ആഡ് ചെയ്യാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ. അപ്പോൾ മുഴുവൻ ചിക്കനും ഞാൻ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ആ സെയിം എണ്ണയിൽ തന്നെയാണ് ഞാനിതിൻ്റെ മസാല തയ്യാറാക്കിയെടുക്കുന്നത്. അതിലേക്ക് ഞാൻ ഉണക്കമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രം ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ച മണം മാറി കിട്ടുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില, ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കളറ് വേണമെന്ന് ഉള്ളവർക്ക് മാത്രം ഈ ഒരു ടൈമിൽ ഫുഡ് കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്യുന്നില്ല. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഒരു ടൈമിലൊക്കെ ലോ ഫ്ലെയിമിലായിരിക്കണം ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ 65ൻ്റെ ഫ്ലേവറും ടേസ്റ്റും എല്ലാം പോകും. കുറേ സമയം ഇട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി നമ്മൾ ഉണക്കമുളകും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് എണ്ണയിലിട്ട് ചൂടാക്കിയതാണ്. അപ്പോൾ ഈ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചിക്കനും മസാലയും കൂടി നന്നായിട്ട് മിക്സായി കിട്ടുന്നത് വരെ സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. നല്ല ഡ്രൈ ആയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. പൊറോട്ടേൻ്റെ ഒക്കെ കൂടെ കഴിക്കാനൊക്കെ നല്ല ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ 65 ആണ് ടേസ്റ്റ് ഉണ്ടാവാൻ. കളേഴ്സൊന്നും ആഡ് ചെയ്യാത്ത ഒരടിപൊളി ചിക്കൻ 65 ആണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഷുവറായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. 65 ട്രൈ ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എന്നാലും ഈ ഒരു റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. അത്ര സ്പൈസി ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്നൊരു ഈസി റെസിപ്പിയാണ്. കൂടുതൽ ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. പെട്ടെന്ന് നമുക്ക് ഈ റെസിപ്പി ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.